പുതിയ നേതൃത്വവുമായി കളത്തിൽ തന്ത്രങ്ങൾ മെനയുകയാണ് ബി.ജെ.പി. തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ അക്കൌണ്ട് തുറന്നത് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ള മുന്നറിയിപ്പായിരുന്നു. മുനമ്പത്ത് സമരക്കാർക്കിടയിലുള്ളവരെ ഒപ്പം കൂട്ടി അടുത്ത നീക്കവും. കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടെ മുനമ്പത്തേക്ക് എത്തിക്കുന്നതോടെ ബി.ജെ.പി. തങ്ങളുടെ മിഷൻ കേരളത്തിൽ പൂർത്തീകരിക്കുകയാണ്. പുതിയ തന്ത്രങ്ങൾ ഫലം കാണുന്നു. ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്തി വോട്ട് ബാങ്ക് ഉറപ്പിക്കുമോ? കളത്തിൽ കരുത്താർജിക്കുന്നു നേതൃത്വം. വിവരങ്ങളുമായി ആർ റോഷിപാൽ, ജെയ്സൺ ചാമോളപ്പിൽ, സജോ ദേവസ്യ, ടി വി പ്രസാദ്, വി എസ് രഞ്ജിത്ത് എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. കോഫേസ് സുജയിൽ. കേരളം പിടിക്കാൻ ശൈലി മാറ്റി ബി.ജെ.പി. ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്താനും നേതാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകാനുമാണ് നീക്കം. ഷോൺ ജോർജ് സംസ്ഥാന നേതൃനിരയിലേക്കെത്തും. അനൂപ് ആന്റണിക്ക് പ്രധാന ചുമതല നൽകി. തീവ്ര ഹിന്ദുത്വ ശൈലി മയപ്പെടുത്താനും ന്യൂനപക്ഷ വിഭാഗത്തിൽ വിള്ളൽ സൃഷ്ടിക്കാനുമാണ് നീക്കം. ആർ റോഷിപാൽ, ബി.ജെ.പിയുടെ പുതിയ നേതൃത്വം, അതായത് രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമിൽ ആരൊക്കെയുണ്ടാകുമെന്ന ചോദ്യത്തിന് അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഇടമുറപ്പിച്ചു കഴിഞ്ഞു എന്നതാണോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ പാർവതി, രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയതിനു ശേഷം സംസ്ഥാന ബി.ജെ.പിയിൽ ശൈലി മാറ്റി. കാരണം അധികാരം പിടിക്കാൻ കൂടുതൽ മുന്നേറ്റം സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ശൈലി മാറ്റം ബി.ജെ.പി. വരുത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ കൂടുതൽ വേരോട്ടമുണ്ടാക്കുക, അങ്ങനെ ക്രൈസ്തവ വോട്ടുകൾ ആ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തി വലിയൊരു വിഭാഗം ആളുകളെ ബി.ജെ.പിക്കൊപ്പം നിലനിർത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. മുനമ്പം വിഷയത്തിലെ നിർണായക ഇടപെടലടക്കം അതിന്റെ ഉദാഹരണമായി കാണേണ്ടതുണ്ട്. മാത്രവുമല്ല, സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റെടുത്തതിനു ശേഷം ആദ്യം ഒരാളെ നിയമിച്ചത് അത് അനൂപ് ആന്റണിയാണ്. സാമൂഹ്യ മാധ്യമത്തിന്റെയും പത്രമാധ്യമങ്ങളുടെയും ഒക്കെ ചുമതല അനൂപ് ആന്റണിക്ക് നൽകി. പിന്നാലെ തന്നെ ഷോൺ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുമെന്ന വിവരങ്ങൾ വരുന്നു. ജോർജ് കുര്യനടക്കം പ്രധാന ചുമതലകൾ നൽകും. പാർട്ടിയിൽ നേരത്തെ ചുമതലയുണ്ടായിരുന്ന ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ജോർജ് കുര്യനടക്കമുള്ള ആളുകളുമായി ആലോചിച്ച ക്രൈസ്തവ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് പ്രധാനമായും ബി.ജെ.പി. നടത്തുക. മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള വിള്ളൽ അത് രാഷ്ട്രീയമായി എങ്ങനെ ബി.ജെ.പിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ആലോചന, അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളും ബി.ജെ.പിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു. അതിനൊപ്പം തന്നെ തീവ്ര ഹിന്ദുത്വ സമീപനത്തിൽ മയപ്പെടുത്തും. ആ സമീപനം മയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. നേരത്തെ ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള ഓർഗനൈസറിന്റെ ലേഖനത്തെ രാജീവ് ചന്ദ്രശേഖർ തള്ളിപ്പറയുന്നതടക്കം അതിന്റെ ഒരു ഉദാഹരണമായി കാണേണ്ടി വരും. എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നതിനൊപ്പം തന്നെയാണ് ക്രൈസ്തവ വിഭാഗത്തെ പൂർണ്ണമായും ചേർത്ത് നിർത്തി മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള വിള്ളൽ അത് പരമാവധി അത് ശക്തമാക്കുക എന്ന ഒരു നീക്കവും ബി.ജെ.പിയുടെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ഏതായാലും ലക്ഷ്യം ഒന്ന് മാത്രമാണ്, കേരളം പിടിക്കുക. അതിനുവേണ്ടിയുള്ള ഏതറ്റം വരെയും പോകാനുള്ള ഒരു ശ്രമം ബി.ജെ.പിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ ടീമിനെ വെക്കും. അത് രാജീവ് ചന്ദ്രശേഖരന്റെ ടീമായിരിക്കും. ഇപ്പോൾ തന്നെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപീകരിക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രത്യേക സംഘമുണ്ട്. അവർ പരിചയ സമ്പത്തിനപ്പുറത്തേക്ക് പ്രത്യേക തരത്തിൽ നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണ് ആദ്യത്തെ ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കി കഴിഞ്ഞാൽ അത് കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഏതൊക്കെ മണ്ഡലങ്ങളിൽ പ്രവർത്തനങ്ങൾ അതിന്റെ ഒരു തുടക്കം എങ്ങനെയാകും? ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ശൈലി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കേരള ബി.ജെ.പി. തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. തൃശൂർ ലോക്സഭാ സീറ്റ് പിടിച്ച അതേ തന്ത്രം പയറ്റുകയാണ് ബി.ജെ.പി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ക്രൈസ്തവ വോട്ടുകൾ പരമാവധി ലഭ്യമാക്കാൻ സുരേഷ് ഗോപിയെ സജീവമാക്കുകയാണ് നേതൃത്വം.